സ്വർഗസ്വനായ പിതാവേ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ പ്രയാസങ്ങളും വെല്ലുവിളികളും അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്യോന്യം പ്രാർത്ഥിക്കാനൊരു പ്രതിബദ്ധത അത് ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കാൻ കർത്താവ് കരുണ ചെയ്യണമേ. ആ റെസ്പോൺസിബിളായിട്ട് അന്യോന്യം പ്രാർത്ഥിപ്പാൻ എത്ര തിരക്കിൻ്റെ നടുവിലും അപ്പോസ്തലന്മാർ നടത്തിയ സഭകളെ ഓർത്ത് ഓരോരുത്തരെയും വഹിച്ചു പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്കും അന്യോന്യം പ്രാർത്ഥിപ്പാനും പ്രോത്സാഹിപ്പിക്കുവാനും അനുഗ്രഹിക്കുവാനുമുള്ള കൃപ തരണമേ. ആ ബലം ഞങ്ങൾക്ക് പകർന്നിട്ടുണ്ട്. ആ കൃപ ഞങ്ങൾക്ക് ധാരാളമായി അങ്ങ് പകരണമേ. അത് പ്രായോഗിക ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ വചന കേൾവി ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. കേട്ട് കർത്താവെ, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ തന്നെ ചതിക്കുന്നവരാവരുതേ. ഞങ്ങളുടെ ഹൃദയത്തിൽ വീഴുന്ന ജീവന്റെ വചനം അത് 30, 60, 100 മേനിയായി വിളയുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മിനിമം 30 വിളവ് തരുവാൻ തക്കവണ്ണം അങ്ങ് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ വചനം ഞങ്ങളിൽ ജീവൻ നിർമ്മിക്കാൻ, ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ ചൈതന്യം ഉളവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുന്ന നിങ്ങളെ ഏവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നും വചനം പറയുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, പറയുന്ന പ്രസംഗമെല്ലാം ജനങ്ങൾ എന്ന് ഓർത്തിരിക്കണമെന്ന് ചിന്തിക്കുന്നത് അമിതമായ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിത്തെങ്കിലും, ഒരു ചെറിയ വാക്കെങ്കിലും അത് കുറേ കാലത്തേക്കെങ്കിലും ജീവിതത്തെ നമ്മെ സ്പർശിക്കണമേ എന്ന ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദൈവവചനം സംസാരിക്കാൻ, ദൈവവചനത്തെ ഒരുക്കുമ്പോഴും എൻ്റെ പ്രാർത്ഥന എൻ്റെ ഉള്ളത്തിൽ എന്നെ ചലഞ്ച് ചെയ്യണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ജനത്തിന് പ്രയോജനമായ, അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ പ്രയോജനമായ ഒരു ഉത്തേജനം, ഒരു ഉറപ്പ് ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിക്കും വിധമാകണമേ എന്നൊരു പ്രാർത്ഥനയോടെയാണ് ഞാൻ വചനം ഗ്രഹിക്കാനായിട്ട് അല്ലെങ്കിൽ വചനം പ്രഘോഷണത്തിനായിട്ട് ഒരുങ്ങുന്നത്. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന 2 ആംഗിളുകളാണ്. അത് 2 ഭാഗവും പറയുവാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു വാക്ക്, ആ ഒരു വചനം ഇന്നത്തെ മെസ്സേജിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ദൈവത്തിൽ അങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. ട്രബിൾ എന്നൊരു വാക്ക് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ ഈ ലോകത്തിൽ? പ്രശ്നം, സങ്കടം, ദുരന്തം, വിഷമതകൾ, കണ്ണീരുകൾ, ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാത്തതായി ആരെങ്കിലും ഈ ലോകത്തുണ്ടാവുമോ? മനുഷ്യൻ കഷ്ടത്തിനായി ജനിക്കുന്നെന്നാണ് യോബ് പറയുന്നത്. സങ്കടങ്ങളില്ലാത്ത ഒരു ലോകത്തിലേക്ക് പോകാനൊരു അവസരം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ഓടിപ്പോവില്ലേ? സങ്കടങ്ങൾ തീർക്കാൻ ഡിപ്രഷനൊക്കെ ഇന്ന് മരുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ മയക്കുന്ന മരുന്നാണ്. ഡിപ്രഷന് മരുന്നെടുത്താൽ നമ്മൾ തളർന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. സങ്കടങ്ങൾ തീർക്കാൻ ശരിക്കും ഒരു മരുന്നുണ്ടോ? നമ്മൾ സങ്കടത്തിലും പ്രയാസത്തിലും വെല്ലുവിളിയിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് നമ്മൾ പാടിയ പാട്ടുകളിൽ ഉടനീളം സ്വർഗീയ സന്തോഷം, നിത്യാനന്ദം എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങൾ? നമ്മുടെ പാടിയ ഇത് സ്വർഗീയ സന്തോഷം, ഇത് നിത്യാനന്ദം. സത്യത്തിൽ സങ്കടത്തിന് വേണ്ടിയല്ല ക്രിസ്തീയ ജീവിതം. വാസ്തവത്തിൽ ഒത്തിരി സങ്കടങ്ങൾ കർത്താവിനെ അറിയുന്നവർക്ക് ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് കർത്താവിനെ അറിയുന്ന നിമിത്തം ഉത്തരേന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും എത്ര പ്രയാസമാണെങ്കിലും
സങ്കടത്തോടെ ആ സങ്കടങ്ങൾ സഹിച്ചുകൊണ്ട് സഹിഷ്ണുതയോടെ കർത്താവിനെ അനുഗമിക്കുന്ന ഒത്തിരി ആളുകൾ ഈ ലോകത്തുണ്ട്. സങ്കടങ്ങളില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സങ്കടവും കഷ്ടതകളും ഈ ലോക സഹജമാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ലോകത്തിൽ ഒത്തിരി എൻ്റർടൈൻമെൻറ്റുകളും സന്തോഷങ്ങളും ഒക്കെ കെട്ടിച്ചമയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടി ഇന്ന് മെഷീനുകൾ കൊണ്ടുവന്നു. പണ്ട് റോഡ് പണിയൊക്കെ എങ്ങനെയായിരുന്നു? പണ്ടത്തെ റോഡ് പണി എത്ര പ്രയാസമായിരുന്നു. ഇന്ന് മെഷീനുകൾ ഭാരം കുറച്ചു, എല്ലാറ്റിൻ്റെയും ലോഡൊക്കെ കുറഞ്ഞുവെങ്കിലും മനുഷ്യനെ മാനസികമായി രോഗങ്ങൾ വർദ്ധിച്ചു ഈ ലോകത്ത്. ശരിയാണോ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ കണക്കനുസരിച്ച് 4 പേരിൽ ഒരാൾക്ക് മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായം കൂടിയേ തീരൂ എന്നായിരുന്നു കണക്ക്. ഇന്നത് 2 പേരിൽ ഒരാൾക്ക് എന്നായി കാണുമെന്ന് ഞാനങ്ങ് അനുമാനിക്കുക. വിച്ച് ഈസ് ആക്ച്വലി ട്രൂ. എന്താണ് കാരണമെന്നറിയാമോ? മനുഷ്യന്റെ സങ്കടങ്ങളാണ്. മാനസിക ആരോഗ്യം, കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ഒരു കാര്യം. അതിന് സോഷ്യോളജിസ്റ്റ് പറയുന്ന കുടുംബ ബന്ധങ്ങളിൽ തന്നെ തകർച്ചയാണ്. 50% ആളുകൾ പോലും സിംഗിൾ പാരന്റ് ആണ്. അഡ്വാൻസ്ഡ് ആയ പോസ്റ്റ് മോഡേൺ ആയ രാജ്യങ്ങളിൽ പോലും സിംഗിൾ പാരന്റ്സ് ആണ്. ഒന്നുകിൽ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. വിഭജിക്കപ്പെട്ട കുടുംബങ്ങൾ, 2ഉം 3ഉം വിവാഹ മോചനങ്ങൾ അല്ലെങ്കിൽ വിവാഹങ്ങൾ കഴിച്ച സാഹചര്യങ്ങൾ, യുദ്ധങ്ങൾ, പട്ടിണി, ചൂഷണങ്ങൾ, ഇങ്ങനെ പോകുന്നു ലിസ്റ്റുകൾ. ഞാൻ പറഞ്ഞത് സന്തോഷവും സങ്കടവും കൂടെ തുലാസിൽ വെച്ച് നോക്കിയാൽ സങ്കടങ്ങളുടെ ആ തുലാസായിരിക്കും താഴെ വരിക. അതിനാണ് ഭാരം കൂടുതൽ ഈ ലോകത്ത്. എത്ര ആഘോഷമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും സങ്കടങ്ങളാണ് കൂടുതൽ. ഇതിനെന്തെങ്കിലും ഒരു ഉത്തരവുണ്ടോ? ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? കർത്താവിൽ ആശ്രയിക്കുന്നതും ദൈവത്തിൽ ആശ്രയിക്കുന്നത്, പലപ്പോഴും ദൈവത്തെ മനുഷ്യൻ കൂട്ടുപിടിക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു മോചനം നേടാനല്ലേ? ഇപ്പം പരീക്ഷയൊക്കെ പണ്ടൊക്കെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പം ഈ ഉണ്ടികപ്പാനി എന്നല്ലേ ഇതുപോലുള്ള ഓഫറിംഗ് ബോക്സുകളിൽ നമ്മൾ പോയി നമുക്കുള്ള കോയിൻ ഇട്ടിട്ട് പരീക്ഷയിൽ ഞാൻ പാസ്സാകണമേ എന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ പരീക്ഷാ പേപ്പർ ഒന്ന് ഈസി ആക്കണമെന്ന് പറയാറില്ലേ? എങ്ങനെയെങ്കിലും ഒരു പ്രയാസത്തിൽ ഒരു സേഫ്റ്റി സോണിലേക്കുള്ള ഒരു പലായനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ പരിശ്രമങ്ങളും, നോയിങ്ലി ഓർ അൺനോയിങ്ലി, എവ്രി ഹ്യൂമൻ ബീയിങ് വാണ്ടഡ് ടു ബി സെക്യൂർ ആൻഡ് സേഫ്. ഒരു സേഫ് സോണിലേക്ക്, ഒരു സുരക്ഷിത മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ നെട്ടോട്ടം എല്ലാം കഴിക്കുന്നത്. നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ നിത്യമായൊരു സുരക്ഷിതത്വം, നിത്യാനന്ദം, നിത്യവാസം, നിത്യജീവൻ, ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത്? ഒരു ഇറ്റേണൽ സേഫ്റ്റി ഹോമിലേക്ക് തന്നെ ഉള്ളൊരു പ്രയാണം തന്നെയാണ് നമുക്ക്. പക്ഷെ വചനം പറയുന്നൊരു കാര്യം, ഈ ലോകത്തിൽ എങ്ങനെ നോക്കിയാലും അതൊന്നുമില്ല. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും നമുക്ക് ഭയങ്കര സേഫ്. ദൈവത്തിലൊരു സുരക്ഷിതത്വമുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലെല്ലാം ഭദ്രമാണെന്നുള്ളതല്ലാതെ ഈ ലോകത്തിൽ ട്രബിൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഓരോരോ വിധങ്ങളിലുള്ള സങ്കടങ്ങൾ, ഹൃദയവേദനകൾ, പ്രയാസങ്ങൾ. അതിനെന്തെല്ലാം വാക്കുകളിട്ട് വിളിച്ചാലും സങ്കടമില്ലാത്തൊരു ലോകം ദൈവം സൃഷ്ടിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ലോകത്ത് നമ്മളെ ആക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ടോ? സത്യത്തിൽ ദൈവം അതാ ചെയ്തത്. ഏതല് അവിടെ സങ്കടമൊന്നുമില്ലായിരുന്നു, അവിടെ മരണമില്ലായിരുന്നു.
ഇത് പ്രവേശിച്ചതാണ്, മനുഷ്യ കുടുംബത്തിലേക്ക് പ്രവേശിച്ചതാണ് മരണം. സങ്കടങ്ങളും വേദനകളും കണ്ണീരും ദുഃഖവും മുറവിളികളും എല്ലാം പ്രവേശിച്ചതാണ്. ഇത് ഇൻട്രൂഡ് ചെയ്ത് വന്നതാണ്. ഇത് ദൈവം വിഭാവനം ചെയ്ത ആദ്യത്തെ ചെറിയ ലോകം ഏദനിലില്ലായിരുന്നു. പക്ഷെ വാസ്തവത്തിൽ സം ട്രബിൾ കെയിം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യം തമ്പുരാൻ അറിയില്ലായിരുന്നോ എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് സംതിങ് that we don't understand. നിങ്ങൾക്കറിയാമോ, ബൈബിൾ ശരിക്കും ഉത്തരം പറയുന്നില്ല എന്തുകൊണ്ടാണ് പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും ദൈവം അനുവദിച്ചതെന്ന്, അതിൻ്റെ കാരണം എന്താണെന്ന്. നമ്മൾ ജനറലായ ഒരു കാരണം പറയുന്നത് എന്താണ്? ഇന്നുള്ള എല്ലാ സങ്കടങ്ങളുടെയും കാരണം ആദ്യ മനുഷ്യൻ വീണതാണെന്നുള്ളതാണ് ഒരു അടിസ്ഥാന കാരണം. പ്രകൃതിയുടെ മുഴുവനും താളം തെറ്റി അന്ന് മുതൽ എന്നതാണ് മറ്റൊരു കാരണം. ആ വീഴ്ചയാണ് സകലത്തിൻ്റെയും ആധാരമായി വന്നതെന്നത് ഒരർത്ഥത്തിൽ സത്യമാണെങ്കിലും ഈ സ്റ്റോറി അതിനു മുമ്പുള്ളതാണെന്നുള്ളതാണ് ഭക്തന്മാരുടെ ദർശനം. ശരിക്കും ഈ വെല്ലുവിളികളുടെ ഉദ്ദേശം, ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ മനുഷ്യ കുടുംബത്തെ കടത്തിവിടുന്നതിൻ്റെ ഉദ്ദേശം ശരിക്കും ബൈബിൾ പൂർണ്ണമായ അർത്ഥത്തിൽ കാണിക്കുന്നില്ല എന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അത് പൂർണ്ണമായ ഗ്രാഹ്യം തന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഭക്തൻ ചോദിച്ച ഒരു ചോദ്യമാണിത്. ദൈവമേ, ഇത്രയൊക്കെ സങ്കടം ഉണ്ടാകും എന്നറിഞ്ഞിട്ട് നീ എന്നെ സൃഷ്ടിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? എന്നാലും ഞാൻ ജനിച്ചത് നന്നായി എന്നേ നമ്മൾ പറയുള്ളൂ, പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും. ശരിയാണോ? നമ്മളെ സൃഷ്ടിക്കാതിരിക്കുന്നത് സൃഷ്ടിക്ക് പകരമാകുമോ? നമ്മളെ സൃഷ്ടിച്ചതിന് പകരമാകുമോ? എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആരോ ചോദിച്ചത്, ഒത്തിരി ആളുകൾ നരകത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞിട്ട് ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ചില ചിന്തകൾ ഇട്ട് തരിക. കഷ്ടതയും കണ്ണുനീരും ഒരു മർമ്മമാണ്. ഇറ്റ്സ് എ മിസ്റ്ററി. അതിനെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും വ്യക്തത നമുക്കില്ല എന്നത് നമ്മൾ സമ്മതിക്കണം. ചിലർക്ക് ചില രാജ്യത്ത് ജനിക്കുന്നത് വി ഡോണ്ട് നോ. ചില ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഉത്തര കൊറിയയിലെ ജനങ്ങളുടെ ജീവിതം തന്നെ ഒന്ന് എടുത്തു നോക്കി. ഇപ്പം യൂട്യൂബിലൊക്കെ ചില വീഡിയോകൾ ലഭ്യമാണ്, പറ്റുമെങ്കിൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക അവിടുത്തെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്. വൈ? അവിടെ ഒന്ന് ജീവിക്കുന്നത് തന്നെ എത്ര പ്രയാസകരമാണ്. അവരെന്തുകൊണ്ടാ നമ്മളെക്കാൾ മെച്ചമുള്ള, നമ്മളെക്കാൾ മോശക്കാരായതുകൊണ്ടാണ് അവരവിടെ ജനിച്ചത്, ജീവിക്കുന്നത്? വി ഡോണ്ട് ഹാവ് ആൻ ആൻസർ. ലോകത്തിലേക്ക് ഉടനീളം ഒന്ന് കണ്ണോടിച്ചേ. നമുക്ക് മുമ്പ് 100 വർഷം മുമ്പ് ജീവിച്ച മനുഷ്യർ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും കേട്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളെ കുറിച്ചും ചിന്തിച്ചേ. We don't have an answer. പക്ഷെ the good news is, സങ്കടവും കണ്ണീരും ദുഃഖവും ഒന്നും ഇല്ലാത്തൊരു രാജ്യമാണ് ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭാവന. ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സങ്കല്പം അതുതന്നെയാണ്. അതിലേക്ക് തന്നെയാണ് സുവിശേഷത്താൽ ദൈവം ഈ ഭൂമിയെ മുഴുവനും നയിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ഒരു കാഴ്ച മാറ്റി നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയില്ല. എന്നോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെന്ന് ചിന്തിക്കുക. ദൈവത്തിൻ്റെ ഭാവന എന്താണ്? അതാണ് റെവലേഷൻ എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അർത്ഥം എന്താണ്? ദൈവം നമ്മളും തമ്മിൽ ഒരു ഫാമിലിയായി ജീവിക്കുന്ന, സങ്കടങ്ങളും കണ്ണീരും ഇല്ലാത്ത, വ്യക്തിപരമായി ദൈവം നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക്, ഒരു റിയാലിറ്റിയിലേക്ക്, സങ്കല്പമല്ല, ഒരു റിയാലിറ്റിയിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. അത് ദൈവം സാധിക്കുന്നതും സുവിശേഷം നിമിത്തമാണ്. കർത്താവിൻ്റെ മേശ അല്പസമയത്തിനുള്ളിൽ നമ്മൾ ആചരിക്കും. ഈ സർമൺ അനന്തരം
ഈ ലക്ഷ്യം നമുക്കുണ്ട്. ഈ രക്ഷ ദൈവം ഒരുക്കി. ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവം ഇത്രമാത്രം നമുക്ക് വേണ്ടി താഴ്ന്നിറങ്ങി. നമ്മുടെ ആരാധനയുടെ എല്ലാം ഈ ഒരൊറ്റ ഉള്ളടക്കം അതേ ഉള്ളൂ. ഉടയവൻ തന്നെ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു എന്നുള്ളതാണ്. നമ്മെ രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ മരണം അനുഭവിച്ചു, കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഷ്ടം അനുഭവിച്ചു. ഞാൻ പറയേണ്ട ചോദ്യം മറന്നുപോയി. ആരോ ചോദിച്ചു, ദൈവമേ ഇത്രയൊക്കെ സങ്കടപ്പെട്ടിരുന്ന് എന്നെ സൃഷ്ടിച്ചത് എന്താണ് എന്ന ചോദ്യത്തിന് ദൈവം ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാലോ? എൻ്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ഇത്രയും അധികം കഷ്ടവും മരണവും നിന്നയും അനുഭവിക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും എന്തിനാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാഴ്ച തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ? അയ്യോ വിത്ത് മീ, എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? ദൈവം നമ്മളോട് ചോദിക്കുക. നമ്മൾ ചോദിച്ചാൽ എന്തിനാ എന്നെ സൃഷ്ടിച്ചത്, ഇത്രയും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ദൈവം ചോദിക്കുക, ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും സങ്കടപ്പെടും എന്നതറിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുമോ? Now just imagine who God is. We don't have, നമുക്ക് ശരിയായ വിധത്തിലുള്ള കാഴ്ചയില്ല നമ്മളുടെ ദൈവം ആരാണെന്നുള്ളതിനെ കുറിച്ച്. ഇത്ര വലിയ ദൈവം, മറ്റുള്ള എല്ലാ ഇസങ്ങളെയും വ്യത്യസ്തമായി ദൈവം തന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, മരണപ്പെടുന്ന, ഇതല്ലേ നമ്മുടെ ആരാധനയുടെ ഉള്ളടക്കം. അതിലൂടെ തൻ്റെ കഷ്ടം നിമിത്തം നമുക്ക് രക്ഷ നേടിത്തരുന്ന ഒരു ദൈവം എന്നതല്ലേ ബൈബിളിൻ്റെ പ്രമേയം. ഇത്രയൊക്കെ ദൈവം അനുഭവിക്കുക എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരവില്ലെന്നാണ്. There is no answer. സോ മനുഷ്യൻ്റെ സങ്കടങ്ങൾക്കും കഷ്ടങ്ങൾക്കും പല കാര്യങ്ങളും നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും വിഷമിക്കണ്ട. നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കാൻ കഷ്ടം അനുഭവിച്ചല്ലോ, അത് മാത്രം മതിയല്ലോ നമുക്ക് ഈ ആയുസ്സിൽ. നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ മരണം വരിച്ചു അവൻ. എന്തിനാണെന്നറിയാമോ? മരണത്തെ തോൽപ്പിക്കാൻ. കർത്താവ് മരണം വരിച്ച എന്തിനാ? മരണത്തെ തോൽപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ മരണം വരിക്കണമായിരുന്നു. മരണവും യേശുവും തമ്മിലൊരു സംഘട്ടനം ഉണ്ടായി. മരണം എന്നൊരു മഹാമല്ലനെ പോലെയാ, ആർക്കും കീഴടക്കാൻ പറ്റാത്തൊരു മഹാമല്ലൻ. ആ മല്ലനെ തോൽപ്പിച്ചോ? തോൽപ്പിച്ചു. തന്നിൽ വിശ്വസിക്കുന്നവരെ ജീവിപ്പിക്കാനുള്ള വഴിയും അതിലൂടെ കർത്താവ് തുറന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പ്രിയരെ. ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഫലകങ്ങളിൽ എഴുതപ്പെടേണ്ട ആത്മീയ സത്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാഴ്ചപ്പാട് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചില ആത്മീയ സത്യങ്ങൾ കൂടെ പറയട്ടെ. അപ്പോൾ ഈ കാഴ്ചപ്പാട് മറന്നുകൊണ്ട് പറയരുത്. ട്രബിൾ ഈസ് ഫോർ എവറിബഡി. എല്ലാവർക്കും ഓരോരോ തരങ്ങളിലുള്ള ട്രബിളുകളുണ്ട്. എല്ലാ പ്രയാസങ്ങളുടെയും കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് ചില രോഗകാരണങ്ങൾ കണ്ടുപിടിക്കുന്ന പോലെ. ഞാനിങ്ങനെ ചുമ്മാ ക്യൂരിയോസിറ്റി ചോദിച്ചിട്ടുണ്ട്, ഈ BP ഉണ്ടാകുന്നതിന് കാരണം എന്താ? ഇങ്ങനെ ഡോക്ടേഴ്സിനോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്കും വലിയ ഉത്തരവൊന്നുമില്ല. കാരണം ഇന്ന കാരണങ്ങൾ. പിന്നെ അവസാനം പറയുന്ന ജനറ്റിക് ഡിസോർഡർ ആണെന്നാണ്. അത് തിരുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നതാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ചില കാര്യങ്ങൾ ഒരു പ്രയാസവും ഇല്ലെങ്കിലും അവസാനം പറയുന്നത് ജനറ്റിക് ഡിസോർഡർ ആണ്. കാരണം ഇത് പരമ്പരാഗതമായിട്ട് നമുക്ക് ലഭിച്ചതാണ്. കാരണം എന്താ? അതാണോ കാരണം? വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ദ ഡിഫിക്കൽട്ടീസ്? വി ഡോണ്ട് നോ. പക്ഷെ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരു ഇംബാലൻസ് ഉണ്ട്. സംതിങ് ഈസ് റോങ്. എവിടെയോ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരം തിരുവഴുത്തിലാണ്, ദൈവവചനത്തിലാണുള്ളത്. സൃഷ്ടാവിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരണം, കാഴ്ച കിട്ടണമെങ്കിൽ. പക്ഷെ ദൈവവചനം പറയുന്ന ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മെ നയിക്കുമെന്നാണ്. അതാണ് ഒന്നാമത് നിങ്ങൾ കുറിക്കൊള്ളേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ നയിക്കും. പ്രശ്നങ്ങളിലൂടെ ജീവിതത്തിന് ലക്ഷ്യം കൈവരുമെന്നാണ്. നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റണമെങ്കിൽ പ്രശ്നം വേണം. പ്രശ്നമില്ലാത്തവര് ദൈവത്തെ മറക്കുമെന്നാണ്.
നമ്മളൊക്കെ ദൈവത്തെ അറിഞ്ഞതിൻ്റെ ഒരു കാരണം അന്വേഷിച്ച് അങ്ങ് പുറപ്പെട്ടാൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ശൂന്യതകളും വെല്ലുവിളികളും സങ്കടങ്ങളും പ്രയാസങ്ങളുടെ ഒരു സ്റ്റോറി നമുക്ക് പറയാനുണ്ടാവും. ഒരു രോഗത്തിൻ്റെയോ ആണോ അല്ലയോ? യെസ്, സങ്കടങ്ങൾ നമ്മളെ നയിക്കും ദൈവത്തെങ്കിലേക്ക്. വലിയൊരു ദൈവപുരുഷൻ പറഞ്ഞ വാക്കുകൾ എന്നും എൻ്റെ ഓർമ്മയിൽ ഞാൻ സൂക്ഷിക്കാറുണ്ട്. ആ ദൈവദാസൻ പറഞ്ഞ വാക്കിതാണ്, മാൻസ് ഹ്യൂമൻ ബീയിങ്സ് എക്സ്ട്രീമിറ്റീസ് ആർ ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി എന്ന്. മനുഷ്യന്റെ ജീവിതത്തിലെ സങ്കടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ദൈവത്തിന് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള മുഖാന്തരങ്ങളാണെന്ന്. അതർവൈസ് വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ഗോഡ്, ഓപ്പർച്യൂണിറ്റി ഫോർ ഗോഡ് ഇല്ല. നമ്മളങ്ങനെ മതിമറന്ന് ജീവിക്കുകയാണ്. അപ്പൊ സങ്കടങ്ങൾ വേദന പോലെ അനുഗ്രഹമാണ്. വേദന ഒരിക്കലും അനുഗ്രഹമായിട്ട് നമ്മൾ ആരും കൂട്ടിയിട്ടില്ല. പക്ഷെ വേദന അനുഗ്രഹമാണെന്ന് പാർഷ്യലായിട്ട് ഒരു ഡോക്ടറും ഒരു ദൈവദാസനും കൂടെ എഴുതിയ ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്നൊരു പുസ്തകമുണ്ട്. വളരെ ലോകപ്രശസ്തമായ ഒരു പുസ്തകമാണ് ഗിഫ്റ്റ് ഓഫ് പെയിൻ. അതിൽ എഴുതിയിരിക്കുന്നത് വേദന ഒരു ശാപമല്ല, വേദന ഒരു അനുഗ്രഹമാണ്. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. വേദന ഇല്ലെങ്കിൽ ഹൃദയാഘാതം വരുമ്പോൾ, വേദന ഇല്ലെന്നുണ്ടെങ്കിൽ ഹൃദയാഘാതം നമ്മൾ അറിയാതെ വന്ന് മരിച്ചു പോകും. പല ഡയബറ്റീസ് ആയിട്ടുള്ള പല പേഷ്യൻസിനും വേദനയില്ലാതെ രാത്രിയിൽ മരിച്ചു പോകുന്നുണ്ട്. ദേ ഡോണ്ട് എക്സ്പീരിയൻസ് പെയിൻ. പെയിന് എക്സ്പീരിയൻസ് ചെയ്താൽ അത് നമ്മളെ രക്ഷിക്കാനാണ്. ഫീവർ ഒരു അനുഗ്രഹമാണ്, കാരണം അതൊരു ബോഡിയുടെ അലാം സിസ്റ്റമാണ്. രോഗമുണ്ടെന്ന് കാണിക്കുന്ന അലാം സിസ്റ്റമാണ് ഫീവർ എന്ന് പറയുന്നത്. അതുപോലെ ട്രബിൾ ഒരു അനുഗ്രഹമാണ് ഇൻ എ ഡിഫറെന്റ് ഫോം. ദൈവത്തിലേക്ക് നടക്കാൻ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഉള്ള അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ. ഇത് നമ്മൾ ധാരാളം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് ഓർത്തു വെക്കാം. നമുക്ക് സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. ഒരുപാട് വാക്യങ്ങൾ വായിക്കണ്ട, കുറച്ച് വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. സദൃശവാക്യങ്ങൾ 22-ന്റെ 15-ാമത്തെ വാക്യം. ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്ന ശിക്ഷയ്ക്കുള്ള വടി അവനെ അതിൽ നിന്ന് അകറ്റിക്കളയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിസിപ്ലിൻ എന്ന വാക്കാണ്. ഡിസിപ്ലിനുള്ള വടി അവനെ അതിൽ നിന്ന് അകറ്റിക്കളയും. എന്തിൽ നിന്ന്? ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന ഭോഷത്വത്തിൽ നിന്ന് നമ്മളെ അകറ്റും. ജീവിതത്തിലെ പല ചലഞ്ചസ് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുക. ജീവിതത്തിലെ പല കാര്യങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ബാലശിക്ഷകൾ നൽകുന്നത്, പല ചലഞ്ചസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന ഭോഷത്വം അകന്നു പോകുന്നുണ്ട്. അതെങ്ങനെയൊന്നും ചോദിക്കണ്ട, ബട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ്. നമ്മളൊരു വർക്ക്ഷോപ്പിലാണ്. ആ വർക്ക്ഷോപ്പിൽ നമ്മൾ അറിയാതെ പണി നടക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ പണി നടക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം ഇതിന് സമാനമാണ്. 12-ന്റെ 10 കൂടെ ഈ വാക്യത്തോട് ചേർത്ത് വായിച്ചാൽ, എബ്രായ ലേഖനം 12-ന്റെ 10-ാമത്തെ വാക്യം. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. ഭൂമിയിലെ പിതാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. അവനോ ദൈവമോ നാം, അവനോ എന്നുള്ളത് അവിടെ ദൈവത്തിൻ്റെ അപരനാമമാണ്. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അപ്പൊ എല്ലാ കഷ്ടങ്ങളും ഇതായിരിക്കണമെന്ന് നിർബന്ധമില്ല. Now when we pray, ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന ഒന്ന് റീഓർഡർ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഐ യൂസ് ടു തിങ്ക്, ദൈവമേ, എൻ്റെ ബാലശിക്ഷയ്ക്കായി, എന്നെ തിരുത്തനായി, എൻ്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന ഭോഷത്വത്തെ അകറ്റാനായി എനിക്ക് തരുന്ന ട്രബിളുകൾക്കായിട്ട് ദൈവത്തിന് നന്ദി എന്ന് പറയാനൊരു ധൈര്യം എനിക്കുണ്ടാവണം.
ഒരു പാട്ടുണ്ട്, എല്ലാ തോൽവികൾക്കായി നന്ദി എന്ന് പറയുന്ന പോലൊരു പാട്ടുണ്ടല്ലേ, മനോഹരമായൊരു പാട്ടാണത്. ബ്യൂട്ടിഫുൾ സോങ്. എൻ്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന തെറ്റുകളെ അതിനെ ദൂരീകരിക്കേണ്ടതിന് എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കാനായി എനിക്ക് തരുന്ന അടികൾ, എനിക്ക് തരുന്ന പ്രയാസങ്ങൾ, എനിക്ക് തരുന്ന കണ്ണുനീരുകൾക്കായിട്ട് നന്ദി. പക്ഷെ ഇതിൻ്റെ റിസൾട്ട് പ്രാപിക്കാൻ, ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ ഇടയാകണമേ എന്ന പ്രാർത്ഥന വേണം. ശിക്ഷിക്കുന്നതുകൊണ്ട് നമ്മുടെ അവസ്ഥ അങ്ങ് എന്നെ തല്ലല്ലേ, ഞാൻ നന്നാവൂല എന്നുള്ള ഒരു മനോഭാവമാവരുത് നമുക്ക് ദൈവത്തോട്. കർത്താവേ, ആ പ്രയാസങ്ങളോട്, ചലഞ്ചസിനോട് നമ്മൾ പ്രതികരിക്കുന്ന വിധങ്ങൾ നിശ്ചയമായിട്ടും നല്ലതായിരിക്കണം, നല്ല നിലയിലാവണമേ എന്ന പ്രാർത്ഥന. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രോബ്ലംസ് വിൽ ഐദർ മേക്ക് യു ബെറ്റർ ഓർ ബിറ്റർ എന്ന്. ഇംഗ്ലീഷിൽ അത് വളരെ ഒത്തിരിക്കും. ഒന്നുകിൽ, മലയാളത്തിൽ അങ്ങനെ ഒരു റൈമിംഗ് ഇല്ല, ഒന്നുകിൽ നമ്മളെ മെച്ചമുള്ളവരാക്കി തീർക്കും, ഇല്ലെങ്കിൽ നമ്മളെ മോശക്കാരാക്കി തീർക്കും. അപ്പൊ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിങ്കിലേക്കും ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്കും നടത്താനുള്ള ഒരു വഴിയാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥനയാവണം നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ കുറിച്ച് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും വിധത്തിലുള്ള വെല്ലുവിളികളെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളെക്കുറിച്ച്, കർത്താവ് എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കണമേ, എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കണമേ, എന്നെ ഒരു ബിറ്റർ ആക്കി തീർക്കല്ലേ എന്നതാവണം നമ്മുടെ പ്രാർത്ഥന. God wants to make us a better people. നമ്മുടെ ഹൃദയത്തോട് പല തരങ്ങളിലുള്ള ഭോഷത്വങ്ങൾ പറ്റിയിരിക്കും, അതിനെ കളയേണ്ടതുണ്ട്. നമ്മൾ അറിയാത്ത ഭോഷത്വങ്ങൾ നമ്മളെ പറ്റിയിരിക്കുന്നു. അപ്പോൾ പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിലുള്ള ഈ പനിയെപ്പോലെ, വേദനയെപ്പോലെ ഒരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്നത് തിരിച്ചറിയണം. ദൈവത്തിങ്കിലേക്കുള്ള വഴിയായി, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ബ്രേക്ക് ഇൻ ചെയ്യാനുള്ള വഴിയായി, ദൈവാശ്രയവും വിശ്വാസവും നമ്മിൽ വർദ്ധിക്കുന്നതിനുള്ള വഴിയായി നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ തീർക്കാൻ കഴിയും. ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ജോയ്സ് മേയറുടെ വലിയ ഫാനൊന്നും അല്ലെങ്കിലും, ചിലരൊക്കെ എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും, ജോയ്സ് മേയർ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ചിലപ്പോഴെങ്കിലും ഓർക്കാറുണ്ട്. ആൻഡ് ഷീ സെഡ് ദിസ് വേ, with all due respect to the quotation that she has made, she said something like this: press against the pressures that is pressing you. നമ്മുടെ ജീവിതത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് എതിരെ നമ്മൾ ശരിയായ വിധത്തിൽ അതിനോട് പ്രതികരിച്ചാൽ നമ്മളെ അത് ഒന്നുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്നതാണ് സാരാംശം. എന്ന് വെച്ചാൽ നമ്മളെ ഒന്നുകൂടെ ദൈവത്തിലുള്ള ഉയർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുവരും. സമ്മർദ്ദമില്ലാതെ പറ്റില്ലല്ലോ. ലിഫ്റ്റ് മേപ്പോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? there must be a pressure, അല്ലേ? എയറോഡൈനാമിക്സ് വർക്ക് ചെയ്ത് വിമാനം മേപ്പോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ആ ഡൈനാമിക്സ് കിക്ക് ഇൻ ചെയ്യണം, അല്ലെങ്കിൽ ഭൂമിയിലെ ഉരുളത്തുള്ളൂ. വേഗത കൂടി 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 ആ പ്രഷർ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുമ്പോഴാണ്, വായുവിൻ്റെ മർദ്ദങ്ങൾ 2 നിലകളിലേക്ക് കൃത്യതയോടെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിന് മേപ്പോട്ട് പോകാൻ പറ്റുന്നത്. നമ്മുടെ സ്പിരിച്വൽ ലൈഫാണെങ്കിലും അങ്ങനെ പോകണമെങ്കിൽ ഈ സമ്മർദ്ദങ്ങളെ ശരിയായ വിധത്തിൽ മനൂവർ ചെയ്യാനുള്ള ഒരു ഗ്രേസ് ദൈവത്തിൽ നമ്മൾ പ്രാപിക്കണം. ചുമ്മാ കഷ്ടം അനുഭവിച്ചിട്ട് കാര്യമില്ല. കഷ്ടങ്ങളിലും ശരിയായി പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. So that is the perspective I want to bring to you. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ നമ്മളെ ശരിയായ ദിശയിലേക്ക്, ശരിയായ രീതിയിൽ നടത്തുന്നതിന് കാരണമായി തീരും. നമ്മളെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന എല്ലാ അശുദ്ധികളെ ദൈവം മാറ്റിക്കൊണ്ടേയിരിക്കും. നമ്മൾ അറിയാത്തത് ദൈവം മാറ്റിക്കൊണ്ടേയിരിക്കും. നമ്മളെ ദൈവം മെച്ചപ്പെട്ട മനുഷ്യരാക്കി തീർക്കും. കൂടുതൽ സഹിഷ്ണുതയും സ്നേഹവുമുള്ള ഹ്യൂമൻ ബീയിങ്സ് ആക്കി രൂപാന്തരപ്പെടുത്തും. And this happens because of
the challenges that we are facing. Hallelujah. ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമുക്ക് വീണ്ടും ചില സത്യങ്ങൾ കൂടെ ചില മിനിറ്റുകൾ കൊണ്ട് ചിന്തിക്കാം. ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ, സങ്കടങ്ങളെ, വേദനകളെ ഉപയോഗിക്കും നമ്മുടെ ജീവിതത്തെ ആരായാൻ, നിരീക്ഷിക്കാൻ, ഒരു സ്കാൻ ചെയ്യാൻ. അതായിരിക്കും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു വഴി. നമ്മളെ സ്കാൻ ചെയ്യാൻ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണെന്നാണ്. 16-ാമത്തെ വാക്യവും വായിക്കണം, ആദ്യം 3-ാമത്തെ വാക്യവും വായിക്കാം. ശ്രദ്ധിക്കൂ, നമ്മുടെ ജീവിതത്തിലെ ചലഞ്ചസിനെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ ഒരു സ്കാനിങ് മെഷീനിലൂടെ കടത്തിവിടാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തിനാണ്? നമ്മളെ കൊല്ലാനൊന്നുമല്ല, നമ്മളെ ശരിയായ ദിശയിൽ നടത്താൻ. അവൻ നിന്നെ താഴ്ത്തുകയും വിശപ്പിക്കുകയും ഇത് ദൈവം ചെയ്യുമോ? നമ്മുടെ ചോദ്യം. അനുഗ്രഹിക്കും എന്ന് പറയാൻ ദൈവം താഴ്ത്തും എന്നിവിടെ എഴുതിയിരിക്കുന്നത് ഒരു പാരഡോക്സ് ആയിട്ട് തോന്നരുത്, ഒരു വൈരുദ്ധ്യമായിട്ട് തോന്നണ്ട. നമ്മളെ മെച്ചമുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്തിനാ ചെയ്യുന്നത്? അവിടെ പറയും താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും. എല്ലാ കാലത്തും വിശപ്പിക്കുമെന്നല്ല കേട്ടോ. There will be times of challenges and difficulties. എല്ലാ കാലത്തും താഴ്ത്തുമെന്നുമല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താഴ്ത്തുകയും വിശപ്പിക്കുകയും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന്. നമുക്കപ്പോൾ ചില കാര്യങ്ങളുടെ ഗ്രാഹ്യമുണ്ടാകാൻ വേണ്ടി, ബോധമുണ്ടാവാൻ വേണ്ടി ദൈവം നമ്മളെ താഴ്ത്തും വിശപ്പിക്കുമെന്നാണ് ഇല്ലേ അർത്ഥം? നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അർത്ഥം, നമ്മൾ അറിയാത്ത, നമ്മുടെ ശരീരത്തിന് ബലം പകരുന്ന ഈ പറയുന്ന എൻഷുറും മറ്റ് എല്ലാ ഷുവറും പോലെ അല്ലാത്ത ചില ആഹാരങ്ങൾ കൂടെ നമുക്ക് തന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ അറിയണം. ഞാനത് വിശ്വസിക്കുന്നു പ്രിയരെ. വളരെ ബലഹീനനായിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, അന്ന് ഏലിയാവിന് കൊടുത്തതുപോലെ. കാരണം ഏലിയാവ് ദൂതൻ കൊണ്ട് കൊടുത്ത അടയും അത് വെള്ളവും കൂടെ കുടിച്ചപ്പോൾ 40 ദിവസം നടന്നെന്നാ. അപ്പം അതിൻ്റെ ബലത്തിൽ 40 ദിവസം നടക്കാൻ അത് സാധാരണ കഴിക്കുന്ന ഒന്നും അല്ല കൊടുത്തത്. സാധാരണ ഇന്നത്തെ എൻഷുറോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൊടിയൊന്നും അല്ല കൊടുത്തത്. There was something different. അത്ര ബലഹീനതയാണെങ്കിൽ എൻ്റെ പിതാവ് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത്. ഈസ് വെരി വെരി വീക്ക്. The only thing we can do is, കർത്താവേ, something to strengthen human body. ദൈവത്തിനല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ജീവിതത്തിലെ ബലഹീന നിമിഷങ്ങളിൽ ദൂതന്മാർ കൊണ്ടുകൊടുത്ത സ്വർഗത്തിലെ അപ്പം, അത് ചിലപ്പോൾ ഒരു വചനമായിരിക്കാം, അത് പക്ഷെ എനർജൈസ് ചെയ്യും നമ്മളെ. നമ്മൾ ചിലപ്പോൾ എവിടെന്തെങ്കിലും കുടിക്കുന്ന വെള്ളമായിരിക്കും, അത് നമ്മളുടെ ജീവിതത്തിലെ മിനറൽസിന്റെ കുറവ് തീർക്കുന്നതായിരിക്കും. ആ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സൗഖ്യമായിരിക്കും ഉണ്ടാവുന്നത്. This is possible. ചില നാടുകളിലെ ഉറവകൾക്ക് പ്രത്യേകമായിട്ടുള്ള എന്തുണ്ട്? മിനറൽസ് ഉണ്ട്. അത് നമ്മുടെ പല ശരീരത്തിലെ പല ഘടകങ്ങളെയും പൂരിപ്പിക്കുന്നതിന് സഹായകരമാണ്. എന്നാൽ ചില അത് അങ്ങനെ അല്ലതാനും. ബട്ട് ഗോഡ് ക്യാൻ ഗിവ്. ദൈവത്തിന് തരാനായിട്ട് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനി 16-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 8-ന്റെ 16-ാമത്തെ വാക്യം. ഈ 16 നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന്. നോട്ട് ദാറ്റ് പോയിന്റ്. നിന്നെ താഴ്ത്തി പരീക്ഷിച്ച്, നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾ പറഞ്ഞാട്ടെ, പിൻകാലത്ത് ലേറ്റർ ഡേയ്സ് നിനക്ക് ദൈവത്തിന്റെ പർപ്പസ് എന്താണ്? പിൻകാലത്ത് നമുക്ക് നന്മ ചെയ്യണമെന്നു തന്നെയാണ്. That is the purpose of God.
ഈ ലോകത്തിൽ ട്രബിളുകളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ട്രബിളുകൾ ഒന്നുമില്ലാത്ത ഒരു രാജ്യം നിങ്ങൾക്കായി ഞാൻ ഒരുക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. സ്ഥിരമായ ഒരു വാസസ്ഥലം. ഇതിലേക്ക് തന്നെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. നോ, ഡു യു ബിലീവ് ദിസ്? കർത്താവ് പറഞ്ഞ വാക്ക് സത്യമാണ്. തൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ആവേശം കൂട്ടാൻ വേണ്ടി മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുകയല്ല കർത്താവ് ചെയ്തത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ പർപ്പസ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് നന്മ മാത്രമേ ദൈവം ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ താഴ്ച വരില്ലെന്നല്ല അർത്ഥം. അൾട്ടിമേറ്റ്ലി ഹി വിൽ ഡു ഗുഡ് ടു അസ്. That is the word. പല ചലഞ്ചസിലൂടെ നമുക്ക് കടന്നു പോകാം. ആൻഡ് ഈവൻ there God can give you strength എന്നാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ 16 പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും നിന്റെ 16 വാക്യമല്ലേ, പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന്, അതാണ് അതിലുള്ള ലെസൺ, അതാണ് നീ മറക്കരുത്. നൗ ദ പ്രോബ്ലം ഓഫ് ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. ഞാൻ അതിലേക്ക് വരുന്നില്ല, മറ്റൊരവസരത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ സങ്കീർണതകളെയും വെല്ലുവിളികളെയും എക്സ്ട്രീമിറ്റീസിനെയും ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ദൈവം ഉപയോഗിക്കും. നിരീക്ഷിക്കാൻ, അറിയേണ്ടതിന്, അതിനെ എക്സ്പോസ് ചെയ്ത് അതിന് പരിഹാരം വരുത്താൻ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നു നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എന്നൊക്കെ വചനം പറയുമ്പോൾ നമ്മളെ നിരീക്ഷിക്കും ദൈവം, നമ്മളെ പരീക്ഷിക്കും ദൈവം. അതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം. അത് ഗോഡ് ടെസ്റ്റസ്. നമ്മൾ എന്തിനാ ടെസ്റ്റ് പാസ്സാക്കി? കുറച്ചുകൂടെ ടെസ്റ്റ് പാസ്സായ അബ്രഹാമിനെ ആരാക്കി? വിശ്വാസികളുടെ പിതാവായി, ഇന്ത്യയുടെ പിതാവായി, മോഡേൺ മെഡിസിൻ്റെ പിതാവ്, വിശ്വാസത്തിൻ്റെ പിതാവ് ആരാണ്? അബ്രഹാമായി. താൻ വലിയൊരു ടെസ്റ്റ് പരീക്ഷിക്കപ്പെട്ട് അതിൽ പാസ്സായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ലായിരുന്നു. ഹൃദയത്തിലുള്ളത് എക്സ്പോസ് ചെയ്യുന്നത് എന്തിനാണ്? അതിനെ എക്സ്പോസ് ചെയ്ത് അതിന് പരിഹാരം വരുത്താനാണ്. ഹൃദയത്തിലുള്ളത് അറിയണം. നമുക്ക് പോലും അറിയില്ല നമ്മുടെ ഹൃദയത്തിൽ എന്താണ്. ദൈവത്തിനറിയാം. അതിന് വിധേയപ്പെടുത്തണമേ എന്ന് അതിന് വിധേയപ്പെടുത്തി കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ദൈവം പെർഫെക്റ്റ് ആക്കി രൂപാന്തരപ്പെടുത്തും. അതിലേക്ക് ഞാൻ വരാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യം അതാണ് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ അധികം നേരം എടുക്കുകയില്ല. just bear with me for few more minutes, then I am through. ഞാൻ അതിൻ്റെ 2-ാം ഘട്ടം മറ്റൊരു സമയത്ത് പറയാം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവാനാണ് പറയുന്നത്. Now you must count it. It is not റിയാലിറ്റിയിൽ നമുക്ക് ഫീലിംഗ് അതല്ല, എക്സ്പീരിയൻസ് ഡിഫിക്കൽട്ടീസ് ചലഞ്ചസ് ഒക്കെ ആണെങ്കിലും യു മസ്റ്റ് കൗണ്ട് ഇറ്റ് ജോയ് എന്നാണ്, എണ്ണാനാണ്. അങ്ങനെ എണ്ണാനാണ് പറയുന്നത്. 2-3 വാക്യം അതല്ലേ, അതിലെ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? Can we read that in English? My brethren, count it all joy when you fall into diverse temptations. അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട്, പല തരങ്ങളിലുള്ള പരിശോധനകൾ. Knowing this, that the trying of your faith worketh patience. താഴോട്ട്. But let patience have her perfect work, that ye may be perfect and entire, wanting nothing. അതാണ് അതിലെ ഏറ്റവും വലിയ ലക്ഷ്യം, അതാണ്. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും, മെറ്റീരിയലി അല്ല, സ്പിരിച്വലി. നമ്മളെല്ലാം ന്യൂനതകളുള്ളവരാണ് ഫിസിക്കലി, അല്ലെങ്കിൽ മെറ്റീരിയലി സ്പീക്കിംഗ്, പല തലങ്ങളിലാണ്. പക്ഷെ സ്പിരിച്വലി വി ഓൾ ഹാവ് ദ പ്രിവിലേജ്
ടു ബിക്കം, കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും എല്ലാവർക്കും ആകാൻ വചനം നമുക്ക് ഉറപ്പായി തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഓൾ ഓഫ് അസ്. ഓരോരോ ഘട്ടങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിലും ഇത് നമുക്ക് വരണം. ഇത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഞാൻ അതിലെ മുകളിലത്തെ വാക്യം, ഈ ഒരു പ്രെയർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ, ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകാൻ നമ്മളുടെ ജീവിതത്തിലെ ശോധനകളെ നമ്മളെ സഹായിക്കും എന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾക്ക്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സങ്കടങ്ങൾ വരാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട. എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ സങ്കടങ്ങളിലൂടെയും ഞാൻ കുറവില്ലാത്തവനായി, പെർഫെക്റ്റായി തീരാൻ ദൈവമേ ഇടവരുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ തിരുത്തും, നമ്മുടെ തെറ്റുകളെ തിരുത്തുമെന്ന് നമ്മൾ ചിന്തിച്ചതാണെങ്കിലും ഒരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ വായിക്കണം. 119 സങ്കീർത്തനത്തിന്റെ 71 വാക്യമാണ്. നമ്മളെ തിരുത്തും. ശോധനയിലൂടെ, ഫയർ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ ആയിരുന്നത് എനിക്ക് ഗുണമായി. Now think with me. ഇപ്പൊ ദൈവത്തിന്റെ നിയമങ്ങൾ പഠിക്കാൻ, ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ, ദൈവത്തിന്റെ വ്യവസ്ഥിതികളെ ഗ്രഹിക്കാൻ, ദൈവത്തിന്റെ വഴികളെ അറിയാനായിട്ട് എനിക്ക് കഷ്ടങ്ങൾ ദൈവം അനുവദിച്ചത് എനിക്ക് ഗുണമായി എന്ന് ചിന്തിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയാം. എനിക്ക് സംഭവിച്ച നഷ്ടങ്ങൾ ശരിക്കും നഷ്ടമല്ല, കാരണം അതിലും വലിയ കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാനിടയായി. കാരണം ദൈവത്തിൻ്റെ നിയമങ്ങളെ ഞാൻ അറിഞ്ഞു, ദൈവത്തിൻ്റെ വഴികളെ ഞാൻ ഗ്രഹിച്ചു, അതിലൂടെ നടക്കാനുള്ള വഴികൾ എനിക്ക് ഒരുക്കപ്പെട്ടു. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ശരിക്കും ഗുണം അതാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നാം പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉപയോഗിച്ച് നമ്മളെ പൂർണ്ണരാക്കി തീർക്കും, നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തും. ഈ പ്രശ്നങ്ങൾ ഉപയോഗിച്ച് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം ചില കാര്യങ്ങൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചില വലിയ ദുരന്തങ്ങളിലേക്ക് ഒരുപക്ഷെ നമ്മൾ നടക്കുമായിരുന്നു. ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഏറ്റവും വലിയ ദുരന്തം എന്തായിരിക്കുമെന്ന്. ഏറ്റവും വലിയ ദുരന്തം ആരോ തമാശയ്ക്ക് പറഞ്ഞ് കേട്ടത് ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. തെങ്ങേന്ന് വീണ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ വന്ന് ആശ്വസിപ്പിക്കാൻ വന്ന ആൾ പറഞ്ഞു, ഇതിലും വലിയത് എന്തോ നടക്കാനിരിക്കുകയായിരുന്നു എന്ന്. അങ്ങനെ പറയാൻ പറ്റുമോ? അത് അങ്ങനെ ഒരു പ്രയോഗം ആ സ്ഥാനത്ത് കൊടുക്കുന്നത് ശരിയാണോ? കാരണം അതിൽ മാനുഷികമായിട്ട് അതിലും വലിയൊരു ദുരന്തം, പ്രയാസം ഉണ്ടാവാനില്ല. പക്ഷെ ഏറ്റവും വലിയ ദുരന്തം എന്താണ്? നിത്യനാശത്തിലേക്ക് പോകുന്നതാണ്. ഏറ്റവും വലിയ ദുരന്തം ദേഹവും ദേഹിയും രണ്ടാം മരണത്തിൽ പങ്കാളികളാവുന്നതാണ്. നമ്മുടെ ആത്മാവിന്റെ നാശമാണ്. അപ്പൊ ഏറ്റവും വലിയ ദുരന്തത്തിൽ പങ്കാളികളാവാതെ നമ്മളെ ദൈവം സൂക്ഷിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹമാണ്. നോക്കിക്കേ, എനിക്ക് ഏറ്റവും ബൈബിളിൽ ഇഷ്ടപ്പെടുന്ന വാക്യങ്ങളിൽ ഒന്ന് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അതുകൂടെ വായിച്ച് ഞാൻ ഇവിടെ നിർത്താം. ശ്രദ്ധിക്കൂ, ഉൽപ്പത്തി പുസ്തകം 50-ന്റെ 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. പറയുമ്പോ തന്നെ ആരെ കുറിച്ചാണെന്ന് നമുക്കറിയാം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. This is a reality. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. നമ്മുടെ നേരെ ദോഷം വിചാരിക്കുന്നത് ശരിക്കും ആരാന്നറിയാമോ? അപ്പുറത്തെ വീട്ടിലെ അവറാച്ചൻ ചേട്ടനൊന്നും അല്ല. ശരിക്കും നമുക്ക് ശരിക്കും ദോഷം നിരൂപിക്കുന്നത് ശത്രുവാണ്, ഈവിൾ വൺ ആണ്, സങ്കല്പമല്ല.
ഏതെങ്കിലും ഒരാൾ നമ്മളോട് അസൂയപ്പെടുന്നെങ്കിൽ ആ ഈവിൾ വണ്ണ് അവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് ആണ് അവനിലൂടെ നമ്മളിലോട് പോരാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജഡരക്തങ്ങളോട് പോരാട്ടം നമുക്കില്ല. ശരിയാണോ? ഇതൊരു റിയാലിറ്റിയാ. പക്ഷെ ഇവിടെ തൻ്റെ സ്വന്തം സഹോദരങ്ങളെ ഉപയോഗിച്ചാണ് ദോഷം പ്രവർത്തിച്ചത്. ശത്രുവാണ് പ്രവർത്തിച്ചത്. ശരിക്കുള്ള ശത്രു ഈവിൾ വണ്ണാണ്. പക്ഷെ സ്വന്തം സഹോദരങ്ങളെ ഉപയോഗിച്ചാണ് തനിക്ക് ദോഷം നിരൂപിച്ചത് യോസഫിനെ സംബന്ധിച്ച്. And this can happen to all of us in different forms. സ്വന്തം സഹോദരങ്ങൾ തന്നെ, പ്രിയ സ്നേഹിതരിലൂടെ തന്നെ നമുക്കുണ്ടാകുന്ന വേദനകൾ വളരെ കൂടുതൽ, വളരെ വലുതാണ്. എന്നിട്ട് സഹോദരങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ശരിക്കും നിങ്ങളല്ല വിചാരിച്ചത്. അത് ഇൻ റിയാലിറ്റി ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ് വി നോ. പക്ഷേ പിശാചിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുന്ന മനുഷ്യരും ദോഷം നിരൂപിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരാൾക്ക് നേരെ ദോഷം നിരൂപിക്കുമ്പോൾ നമ്മൾ പിശാചിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുക. നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഒരാൾക്ക് വേണ്ടി തിന്മ നിരൂപിക്കുമ്പോൾ നമ്മൾ പിശാചിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, ദോഷത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ഡോണ്ട് ഡു ഇറ്റ്. പക്ഷെ ഇവരോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ സമർപ്പിച്ച ദുഷ്ടന്റെ ഇഷ്ടത്തിന് നിങ്ങൾ ദോഷം വിചാരിച്ചു, എനിക്ക് ദോഷം പറ്റണം എന്ന് തന്നെയായിരുന്നു നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഈ ദോഷം പോലും ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. എനിക്ക് മാത്രമല്ല, ഒരുപാട് ജനത്തിന്, ഒരു രാജ്യത്തിന് മുഴുവനും ജീവരക്ഷ വരുത്തുന്നതിന് കാരണമാക്കി തീർത്തു. Now this is the same experience. നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ യേശു, ദൈവത്തിന്റെ കഷ്ടം, ലോക ചരിത്രത്തിലെ ഏറ്റവും ദുരന്ത ദിനം ഏതായിരുന്നു അറിയാമോ? ഹിരോഷിമയിൽ ബോംബ് വീണ സമയമൊന്നുമല്ല. ലോകത്തിൽ ഒത്തിരി പ്രയാസമുള്ള ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവപുത്രൻ, പ്രപഞ്ചത്തിന്റെ ഉടയവനായ പുത്രനെ ഈ ലോകം ക്രൂശിച്ച ദിനമാണ് ലോകത്തിലെ യഥാർത്ഥത്തിലുള്ള കരിദിനം. പക്ഷെ ഈ ദിനം ഉപയോഗിച്ച് തന്നെ ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ളതാണ് വചനം. നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി മേശ നമ്മൾ ആചരിക്കാൻ പോകുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് കാരണം എന്താ? ദൈവത്തിൻ്റെ കഷ്ടം. ആ കഷ്ടത്തിലൂടെ ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തു. ഇതല്ലേ ബൈബിളിൻ്റെ ആധാരം. കഷ്ടതയെക്കുറിച്ചുള്ള കാഴ്ച വ്യത്യസ്തമാകട്ടെ. നമുക്കിനി ദൈവം നമ്മൾ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും വിടുവിക്കാൻ പ്രാർത്ഥിക്കണം. ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്നത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഭാഗമാണ്. We must pray for protection every journey, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കാതെ അയക്കരുത്. ഇത് ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. ഒരു യാത്രയ്ക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ ഒരു 10 സെക്കൻഡ് ആണെങ്കിലും പ്രാർത്ഥിക്കാതെ ഇറങ്ങരുത്. അല്ലാതെ കണി കാണുന്ന ഒന്നുമല്ല കാര്യം, പ്രാർത്ഥനയാണ് കാര്യം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ യാത്രയെ സമർപ്പിക്കുന്നതാണ് കാര്യം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദോഷങ്ങളിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പം നമ്മുടെ യാത്രയിൽ ചില ബസ്സുകൾ മിസ് ചെയ്തു പോകുന്നതിന് ട്രബിൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനായിരിക്കും. സോ അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ചില പ്ലെയിനുകൾ മിസ്സാവുന്നത് അങ്ങനെ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിരിക്കും. ചില നഷ്ടങ്ങൾ വരുന്നത് വലിയ നഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്ത് നമുക്ക് ഹൃദയങ്ങളെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഇതിലൂടെ എൻ്റെ ജീവിതത്തിലെ സങ്കടം നിമിത്തം ഞാൻ ഇനി ഒരു പടി പോലും ബിറ്ററായി തീരാതെ എന്നെ ബെറ്ററാക്കി തീർക്കണമേ. ആളുകൾ എനിക്ക് നേരെ നിരൂപിച്ച നിരൂപണങ്ങൾ ദോഷമായിരിക്കാം, പക്ഷെ അത് എൻ്റെ നന്മയ്ക്കായി ദൈവം കൂട്ടിയിണക്കും എന്ന് ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ ആ പ്രയാസത്തെ ദൈവകരങ്ങളിലൊന്ന് കൊടുക്കാമോ? നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും നമുക്കെതിരെ നിരൂപിച്ച, നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും നമുക്കെതിരെ നിരൂപിച്ച നിരൂപണങ്ങൾ ദോഷമുള്ളതാണ്. പക്ഷെ അതും നന്മയ്ക്കായി കൂട്ടിയിണക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു
എന്നതാണ് ഇന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രഘോഷിക്കുന്ന സത്യസുവിശേഷത്തിന്റെ സന്ദേശം. ലോകത്തിലെ ഏറ്റവും ദുരന്ത ദിനത്തെ പോലും സകല മനുഷ്യരുടെയും പാപക്ഷമയ്ക്ക് കാരണമാക്കി തീർത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവിടുത്തെ മുമ്പാകെ നമ്മുടെ എല്ലാ കണ്ണീരുകളെയും സങ്കടങ്ങളെയും സമർപ്പിച്ച് അത് നന്മയാക്കി ദൈവമഹത്വമാക്കി എന്നെ ദൈവത്തിന് കൊള്ളാകുന്നവനാക്കി രൂപാന്തരപ്പെടുത്തണമേ, ദൈവ വഴിയിൽ നടക്കാൻ എന്നെ സജ്ജമാക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ആയിരിക്കാം.